ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചട്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഒഴിച്ചുകറിയാണ്, നാടൻ ഒഴിച്ചുകറിയാണ്. നമ്മുടെ പരിപ്പും വെള്ളരിക്കയും തക്കാളിയും എല്ലാം ചേർത്തിട്ടുള്ള തനി നാടൻ കറി. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 1/2 കപ്പ് തൂരപ്പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണിത്. 1.5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തത്. 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. 4-5 ഉള്ളി, 2 പച്ചമുളക്, കറിവേപ്പില. തക്കാളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മാങ്ങ ചേർക്കാവുന്നതാണ് കേട്ടോ. മാങ്ങയും തക്കാളിയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം വാളൻപുളി ചേർക്കാം. നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന പുളി ചേർക്കാം. മാങ്ങ കിട്ടുകയാണെങ്കിൽ മാങ്ങ ചേർക്കാം. തക്കാളിയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ഒരു തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ പുളി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ 2 തക്കാളി ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെള്ളരിക്ക ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേഗം കുക്കായി കിട്ടാനാണ് തുവരപ്പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടുതൽ സമയം സോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം കുക്കായി കിട്ടും. ഇല്ലെങ്കിൽ പരിപ്പ് കുക്കായി കിട്ടാൻ 2-3 വിസിൽ വരേണ്ടി വരും. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ ഓവർ കുക്കായി പോകും. അതുകൊണ്ടാണ് നമ്മൾ 1.5 മണിക്കൂർ പരിപ്പ് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് പരിപ്പ് സോക്ക് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് വെള്ളരിക്ക കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളരിക്ക മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളരിക്ക കറിക്ക് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് കുക്കറിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും ചേർക്കാം. ഇതിലേക്ക് ഇനി 2 പച്ചമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മുടെ വെള്ളരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. വെള്ളരിക്കയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ ഒരു ഉള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഞാൻ. അപ്പോൾ നമ്മുടെ പരിപ്പും വെള്ളരിക്കയും ചേർന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം. ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് തക്കാളി വേവിച്ചെടുക്കാം. ഞാൻ കുറച്ചുകൂടി കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചട്ടി വയ്ക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ വെള്ളരിക്കയും പരിപ്പും ചേർത്ത് കൊടുക്കാം. കണ്ടോ, പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി 8 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താലേ തക്കാളി ഉടഞ്ഞു പോവാതിരിക്കുള്ളൂ. ഇനി തക്കാളിയും കൂടി ചേർന്നൊന്ന് കുക്കായി വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ഇനി തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഇനി കുക്കായി വരട്ടെ. ഒരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്കാവേണ്ട. അപ്പോൾ നിങ്ങൾ മാങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ മാങ്ങ നമ്മുടെ പരിപ്പിൻ്റെയും വെള്ളരിക്കയുടെയും കൂടെ ചേർത്ത് കുക്ക് ചെയ്യാം. മാങ്ങ കലങ്ങിപ്പോവും. ചില മാങ്ങ കലങ്ങിപ്പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ മാങ്ങ ഏത് ടൈപ്പാണെന്നനുസരിച്ച്, വേഗം വേവുന്ന മാങ്ങയാണെങ്കിൽ ഈ തക്കാളി ചേർത്തതുപോലെ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പരിപ്പിൻ്റെയും വെള്ളരിക്കയുടെയും കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 4 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. അപ്പോഴത്തേക്കും തക്കാളി ഒന്ന് പകുതി കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്തിട്ട് ഒരു 4 മിനിറ്റ് ആയി. തക്കാളി ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. തൊലിയൊക്കെ വിട്ട് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഞാൻ അധികം വെള്ളം ചേർത്തിട്ട് വല്ലാതെ ലൂസായിട്ടുള്ള കറിയായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇനി അരപ്പിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇത്രയും മതി. ഇതൊന്ന് നന്നായിട്ട്
ചൂടായി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തിളച്ചു പോകരുത്. നമ്മുടെ അരപ്പൊന്ന് കുക്കായി വരണം. അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി ഇനിയും കുക്കായി വന്നോളും. അരപ്പ് കുക്കാവുന്നതിൻ്റെ കൂടെ തന്നെ. നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം അരപ്പ് ചേർക്കുമ്പോൾ. ഞാനിതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു ഒഴിച്ചുകറിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കാതെ നമ്മൾ ആ പരിപ്പും വെള്ളരിക്കയും വേവിക്കാൻ വെച്ച വെള്ളത്തിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ചേർക്കുന്നത്. പിന്നെ കറി ചൂടായിട്ട് കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളം ചേർത്തിട്ട് തന്നെ ലൂസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ നമുക്ക് 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരുപാട് എരിവുള്ള കറിയല്ല, ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആവി വരട്ടെ. ഈ സമയത്ത് നമ്മളൊരു 2-3 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക നമുക്ക് വറവിടാനായിട്ട്. അതുപോലെ വറ്റൽമുളകും കടുകും ഒക്കെ എടുത്ത് വയ്ക്കുക. ഇതൊന്ന് നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് വറവിടാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ഉടഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളരിക്കയുടെയും പരിപ്പിൻ്റെയും കൂടെ തന്നെ ചേർത്ത് വേവിക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കലങ്ങി പോവും. നമുക്ക് കഷ്ണങ്ങളായിട്ട് കാണാൻ പറ്റില്ല, തക്കാളിയുടെ ആ ഒരു ഷെയ്ഡേ ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ തക്കാളി നമുക്ക് കാണാൻ പറ്റും. വെള്ളരിക്കയുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ കാണുന്ന പോലെ തന്നെ തക്കാളിയും കാണാം. പരിപ്പ് മാത്രമേ നന്നായിട്ട് വെന്തുടഞ്ഞു പോവുള്ളൂ. ഈ കറി ഇരിക്കും തോറും കുറുകി വരും പരിപ്പായതുകൊണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ഗ്രേവി റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ആവി വന്ന് ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ ബബിൾസ് വന്നാലും കുഴപ്പമില്ല, വലിയ ബബിൾസ് വന്ന് തിളച്ചു പോകരുത്. ചെറുതായിട്ട് ബബിൾസ് വന്നാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു കറിക്ക്. തേങ്ങയുടെ റോ ടേസ്റ്റ് മാറി വരണ്ടേ, അതുകൊണ്ടാണ് ചെറിയ ബബിൾസ് വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ കുക്കറിൽ വെക്കുന്നതിനേക്കാൾ ചട്ടിയിൽ തന്നെ പരിപ്പ് വേവിച്ച് വെള്ളരിക്കയും വേവിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കൂടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കാതെ ഇരുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കുക. നമുക്ക് വറവിടാനുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ ജീരകമൊക്കെ കുക്കായതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് ഇറക്കി മാറ്റിയിട്ട് നമ്മുടെ വറവിടാനുള്ള പാൻ വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂടിൽ വീണ്ടും തിളയ്ക്കും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക്, ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഉള്ളി ബ്രൗൺ ആവുകയും ചെയ്യും, നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കുക്കാവുകയും ചെയ്തോളും ഇതുപോലെ ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ ഉള്ളി കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ കളർ വല്ലാതെ മാറിപ്പോകും. ഇതാകുമ്പോൾ ഉള്ളിയുടെ കളർ കറക്റ്റായിട്ട് തന്നെ ആ ബ്രൗൺ ഷെയ്ഡിൽ നിൽക്കും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കറക്റ്റ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ വറവ് കറിയിലേക്ക് ചേർത്താണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ കടുകും കറിവേപ്പിലയും ഒക്കെ കറിയിലേക്ക് നന്നായിട്ട് മിക്സ് ആയി വരട്ടെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളരിക്കയും തക്കാളിയും ചേർത്തിട്ടുള്ള കറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസോ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മഞ്ഞ കളർ വേണ്ട കറിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഓറഞ്ച് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വറവ് ചേർക്കുന്നതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുളിശ്ശേരിയുടെയൊക്കെ പോലെയുള്ള കളർ കിട്ടും കേട്ടോ. അതാകുമ്പോൾ ഒരു വ്യത്യസ്തമായ കളറായി. നമ്മുടെ എല്ലാ ഒഴിച്ചുകറികളും മഞ്ഞ കളറിലാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കളർ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.